സുഹ്റായുടെ കാതുകുത്ത് കല്യാണത്തിൽ മജീദ് പങ്കുകൊണ്ടത് സഹിക്കവയ്യാത്ത വേദനയോടെയും ഒളിച്ചുമാണ്. മജീദ് മാർക്കം ചെയ്ത് കിടക്കുകയായിരുന്നു. ഒഴിവുകാലത്താണ്. മജീദിൻ്റെ സുന്നത്ത് കല്യാണം ഗ്രാമത്തെ ആകെ ഇളക്കിയ സംഭവമായിരുന്നു. വെടിക്കെട്ടും വലിയ സദ്യയും ഉണ്ടായിരുന്നു. ബാൻഡ് മേളങ്ങളോടും ഗ്യാസ് ലൈറ്റുകളോടും കൂടി ആനപ്പുറത്താണ് മജീദിനെ ഊരിലാത്തിയത്. അതിനുശേഷമായിരുന്നു ബിരിയാണി സദ്യ. 1000-ലധികം ആളുകൾ പങ്കുകൊണ്ടിരുന്നു. സദ്യയ്ക്ക് മുമ്പാണ് മാർക്കം നടന്നത്. ആ ദിവസം മുഴുവനും മജീദിന് ഭയമായിരുന്നു. എന്തോ മുറിച്ചു കളയും, എന്താണത്, മരിച്ചു പോകുമോ? അവൻ ആകെ ഭയന്ന് തളർന്നു. അന്ന് സന്ധ്യ വരെ ജീവിക്കില്ലെന്ന് തന്നെ അവന് തോന്നി. എന്താണ് ഉണ്ടാകുവാൻ പോകുന്നതെന്ന് അവനൊരു ലക്കുമില്ല. ലോകത്തിലുള്ള എല്ലാ മുസ്ലിം പുരുഷന്മാരെയും മാർക്കം ചെയ്തിട്ടുള്ളതാണ്, അല്ലാത്തവർ ഇല്ല. എങ്കിലും ഈ മാർക്കം ചെയ്യണത് എങ്ങനെ? മജീദ് സുഹ്റായോട് ചോദിച്ചു. അവൾക്ക് യാതൊരു അറിവുമില്ല. എന്തായാലും മരിക്കുകയില്ല എന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എങ്കിലും മജീദിന് വളരെ പരിഭ്രമമുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ എന്നുള്ള ഗംഭീരമായ തക്ബീർ പന്തലിൽ മുഴങ്ങിയതോടെ മജീദിനെ അവൻ്റെ വാപ്പ പിടിച്ചുകൊണ്ട് ഒരു ചെറിയ മുറിയിലാക്കിയിട്ട് പോയി. അവിടെ കമഴ്ത്തിയിട്ട് വെള്ളവസ്ത്രം വിരിച്ച ഉരലിൻ്റെ മുമ്പിലായി 11 തിരിയുള്ള നിലവിളക്ക് കത്തുന്നുണ്ടായിരുന്നു. മുറിയിൽ ശുരകനായ ഒസാനെ കൂടാതെ 10-12 ആളുകളുമുണ്ടായിരുന്നു. അവർ മജീദിൻ്റെ ഷർട്ട് ഊരി, തുണി ഉരിഞ്ഞ് പിറന്ന പടി അവനെ ഉരലിൻ്റെ പുറത്തിരുത്തി. അത്ഭുതം! അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? സംഭ്രമം! മജീദിൻ്റെ കണ്ണ് പൊത്തി. കൈക്കും കാലിനും തലയ്ക്കും ആളുകൾ പിടിച്ചു. അവൻ അനങ്ങാൻ വയ്യായിരുന്നു. അല്ലാഹു അക്ബർ എന്നുള്ള ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കും. മജീദ് നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. ആ ബഹളത്തിനിടയ്ക്ക് അവൻ്റെ തുടകൾ വന്നു ചേരുന്ന സ്ഥലത്ത് നേരിയ ഒരു വേദന, ഉണങ്ങിയ പാള മുറിക്കുന്നത് പോലെയുള്ള ഒരനുഭൂതി. ഒരു നിമിഷം മാത്രം. ഉടനെ എല്ലാം കഴിഞ്ഞൊരു വെള്ളം തളി, ഒരു നീറ്റൽ, ഒരു പുകച്ചിൽ. മജീദിനെ കിടത്തി. തലയ്ക്കും കാലിനും തലയിണയുണ്ട്. ആ ബഹളത്തിൽ മജീദൊന്ന് നോക്കി. ചെമന്ന് മഷിയുള്ള കുപ്പിയിൽ കൈവിരൽ മുക്കിയതുപോലെ അല്ല, മഷിയിൽ മുങ്ങാതെ കുപ്പിയുടെ വായിൽ നിന്ന് വിരലിൻ്റെ തലയ്ക്ക് ചുറ്റും ചെമന്ന മഷി പുരണ്ടതുപോലെ. അവിടെ ചോര പൊടിഞ്ഞു നിൽക്കുന്നെന്ന് മാത്രം. സുഹ്റായോട് പിറ്റേ ദിവസം ഇത്രയും സംഗതികൾ മജീദ് പറഞ്ഞു. അവൾ ജനലിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ചോദിച്ചു. മജീദ് പേടിച്ചോ? ഞാനോ? മജീദ് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് വീരവാദം ചെയ്തു. ഞാൻ പേടിച്ചൊന്നുമില്ല. ആ സമയത്ത് സുഹ്റ അവളുടെ കാതുകുത്ത് കാര്യം പറഞ്ഞു. 10-12 ദിവസത്തിനുള്ളിൽ അവളുടെ കാതുകുത്ത് നടക്കും. മജീദിന് വരാനൊക്കെയല്ലോ. മജീദ് പറഞ്ഞു. ഞാൻ വരും. പക്ഷെ ആ ദിവസം വന്നപ്പോൾ മജീദിന് അനങ്ങാൻ വയ്യായിരുന്നു. ആദ്യം സുഹ്റായുടെ ഉമ്മായും പിറകെ സുഹ്റായും വന്ന് വീട്ടുകാരെ ക്ഷണിക്കുന്നത് അവൻ കേട്ടു. കുറേ കഴിഞ്ഞ് സുഹ്റായെ ജനലിൻ്റെ അടുത്ത് കാണുകയും ചെയ്തു. ഉത്കണ്ഠയാൽ അവളുടെ വെളുത്ത മുഖം വിളറിയിരുന്നെങ്കിലും കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കാതുകുത്താ. മജീദ് ഒന്നും പറയാതെ മന്ദഹസിച്ചു. അത് അവളിലും പകർന്നു. മജീദ് ആ ഭംഗിയുള്ള ചെവികളിൽ നോക്കി. കാതുകുത്ത് ഒരാചാരമാണ്. അത് നിരത്തി കുനുകുനാ കുത്തി തുളയ്ക്കുമ്പോൾ വേദനിക്കില്ലേ? മജീദ് അത്ഭുതപ്പെട്ടു. അവൾ പറഞ്ഞു. അറിയാൻ പാടില്ല, വന്നു നോക്ക്. അവൾ ഓടിപ്പോയി. മജീദിന് പോകണമെന്ന് തോന്നി. കിടന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ വയ്യ. എങ്കിലും ഒട്ടുകഴിഞ്ഞ് ആരും കാണാതെ തക്കത്തിന് മജീദ് എണീറ്റു. സംഭ്രമം, അമ്മിപ്പിള്ളയുടെ ഘനം, 1000 വ്രണങ്ങളുടെ വേദന, എല്ലാം കൂടി ഹൃദയത്തിൽ നിന്ന് കനമായി തൂങ്ങിക്കിടക്കുന്നത് പോലെ. കവച്ച് കവച്ച് ആരും കാണാതെ മജീദ് സൂത്രത്തിൽ വെളിയിലിറങ്ങി. വെള്ളമില്ലാത്ത തോട്ടിലൂടെ നിരങ്ങി പറമ്പിൽ കയറി സുഹ്റായുടെ വീട്ടിൽ ചെന്നു. അവിടെ വലിയ ആഘോഷമോ ആൾക്കൂട്ടമോ ഒന്നും കണ്ടില്ല. അതവർ പണക്കാരല്ലാഞ്ഞിട്ടാണെന്ന് മജീദ് വിചാരിച്ചു. പണക്കാരായിരുന്നെങ്കിൽ കൊട്ടും വെടിക്കെട്ടും സദ്യയും ആരവവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. മജീദിനെ കണ്ട ഉടനെ സുഹ്റായുടെ ഉമ്മ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. എൻ്റെ പുള്ള എന്തിനു വരാൻ പോയി? മജീദ് വിഷമത്തോടെ വേദനയോടെ പറഞ്ഞു. കാതുകുത്ത് കാണാൻ. അന്നേരം സുഹ്റായും ഹാജരായി. അവളുടെ മുഖം ചുവന്നും കണ്ണുകൾ കലങ്ങിയും ഇരുന്നു. മുകൾ മുതൽ അടിവരെ 2 കാതുകളും കുത്തി തുളച്ചു. കറുപ്പ് നൂൽ കോർത്ത് കെട്ടിയിരുന്നു. വലത് കാതിൽ 11ഉം ഇടത്തേതിൽ 10ഉം.
പഴുത്ത് തുളകൾ ഉണങ്ങുമ്പോൾ നൂലഴിച്ച് ഊരിക്കളഞ്ഞ് വെള്ളി അലിക്കത്തിടുമെന്നും അത് കഴിഞ്ഞ് കല്യാണത്തിന് വെള്ളി അലിക്കത്ത് മാറ്റി സ്വർണ്ണ അലിക്കത്താക്കുമെന്നും മജീദിനറിയാമായിരുന്നു. മജീദ് സുഹ്റായോട് ചോദിച്ചു, ഈ കാതുകുത്ത് എന്തിന്? അറിയാൻ മേല. അധികം നൊന്തോ? സുഹ്റ വേദനയോടെ മന്ദഹസിച്ചു. ഉമ്മിണിശ. ഇത്രയുമായപ്പോൾ മജീദിനെ കാണാഞ്ഞിട്ട് ആളുകൾ തിരക്കി ചെന്നു. 2 പേർ താങ്ങിയാണ് അവനെ തിരികെ വീട്ടിലെടുത്തു കൊണ്ടുപോയി കിടത്തിയത്. ആ സംഭവം വളരെ ഒച്ചപ്പാടുണ്ടാക്കി. മജീദിനെ ബാപ്പ ശകാരിച്ചു. മജീദിൻ്റെ ഉമ്മായെ ബാപ്പ ശകാരിച്ചു. സുഹ്റായുടെ ബാപ്പ ഉമ്മമാരെയും മജീദിൻ്റെ ബാപ്പ ശകാരിച്ചു. അങ്ങനെ അത് അവസാനിച്ചു. ആദ്യം പൊറുപ്പായത് മജീദിനാണ്. അന്ന് മജീദിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിയിച്ച് സെൻറ്റ് പൂശി പുത്തൻ കുടയുമായി പള്ളിയിൽ കൊണ്ടുപോയി. അത് ആഘോഷപൂർവ്വമാണ്. ചമഞ്ഞു പിടിച്ചുള്ള ആ പോക്കിനെപ്പറ്റി പറഞ്ഞ് സുഹ്റ കളിയാക്കി. ഓ, ചെറുക്കൻ്റെ നാമൂസ്, അവൾ പറഞ്ഞു. പെണ്ണ് കെട്ടാൻ പോകും പോലെ.